നിക്കടിയോടെ. അയ്യോ ആഹാ, എന്റെ കർത്താവേ, ഇതെന്ത് ബുദ്ധി. നിന്നെ ഞാൻ അന്വേഷിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ എന്റെ കൈ കിട്ടിയത്. അയ്യോ അതെ, ആരാ നിങ്ങളൊക്കെ? എടി, എന്റെ മോക്ക് അമേരിക്ക പയ്യനെ കൊണ്ടു തരാന്ന് പറഞ്ഞല്ലേ എന്റെ ഭാര്യയുടെ കാശ് വാങ്ങിച്ചോണ്ട് പോയത്. അയ്യോ അയ്യോ, സാറായിരുന്നു. എനിക്ക് കണ്ടിട്ട് ആളിനെ മനസ്സിലായില്ല. ഈ കണ്ണാടി ചെയ്യുന്ന ഒരു ചതിവേ. ഞാനിപ്പോ സാറിന്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. എന്തിനാ വീണ്ടും കാശ് വാങ്ങിക്കാനോ? അയ്യേ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ സാറേ? സാർ, പയ്യൻ ഇന്നലെയാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. നാളെ തന്നെ ഞാൻ പയ്യനെ അമ്മയും കൂട്ടി വീട്ടിൽ വന്നിരിക്കും. ഷുഗറാണല്ലോ. ഷുഗർ. പിന്നെ വാക്ക് തെറ്റിച്ചാണ്ടല്ലോ എന്നെ നിറം മാറും. അയ്യോ സാർ, അങ്ങനൊന്നും പറയില്ല സാർ. സാറിന് ഈ നിറത്തിൽ കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. കണ്ടോ? ഒന്നും കാണാനില്ല സാർ. സാർ വീട്ടോട്ട് ചെന്നാട്ടെ, പയ്യനെ അമ്മയെ സൽക്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്താട്ടെ. സാർ പുറപ്പെട്ടാട്ടെ. ഓ, യു ക്യാൻ ഗോ സിറ്റിംഗ് ഓൺ ദ കാർ. ഓ, ഓൾ ദ ബെസ്റ്റ്. ഓ, പുണ്യാളച്ചാ, എന്നെ രക്ഷിച്ചേ. രാറ്റാ സാർ. കുട്ടപ്പാ, എടാ കുട്ടപ്പാ, ഈ കുമ്പ് എവിടെ പോയി കിടക്കുക? എടാ കുട്ടപ്പാ, ഞാനിവിടെ ഉണ്ടേ. ഞാൻ സൂപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കേ. താങ്ക് യു വെരി മച്ച്. ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. ഈ ശരീരം വെച്ചോണ്ട് നീ കസർത്ത് ചെയ്താലേ നിന്റെ കയ്യും കാലം കോരിത്തെറിക്കും. ബ്രൂസിന്റെ ആദ്യകാലത്ത് ഇറുക്കിൽ പോയിരുന്നു എന്നല്ലേ നാണിയമ്മ പറഞ്ഞത്? അതേടാ, എന്റെ സൂപ്പ് അങ്ങോട്ട് ചെന്നപ്പോഴാ അയാൾക്ക് തടിയും കളറൊക്കെ വന്ന് സിനിമയിൽ ചാൻസ് കിട്ടിയത്. ഞാനും അങ്ങനെ ആവാനല്ലേ സൂപ്പ് കുടിക്കുന്നത്. ഒരാഴ്ച കുടിച്ചു നോക്ക്, നിന്റെ ദേഹം മുഴുവൻ അവിടെ മസില് മുഴച്ച് 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 വരും. അയ്യേ, അങ്ങനെ മുഴച്ചു വരുന്നത് ഏതാണ്ട് സൂക്കേടല്ലേ? അല്ല, മസില്. എന്റെ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് അപ്പഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. സൂപ്പ് കൊള്ളാം, പക്ഷെ കക്കൂസിനിറങ്ങാൻ നേരമില്ല. ബ്രേക്കില്ലാത്ത ഇളക്കമാ. അത് സാരല്ല, നിന്റെ ഉള്ളിലുള്ള വിഷം എല്ലാം ഇളകിപ്പോണം. അയ്യോ, വീണ്ടും ഇളകുന്ന ലക്ഷണമാ. അത് കിച്ചനാടാ, ഇത് ഹാളാടാ. നീ അങ്ങോട്ട് പോ. എടാ എല്ലുമ്പ പാരെ, നിന്നെ ഞാൻ ഒരു പരിവാക്കും. നിന്റെ അവസാനം കക്കൂസേല് തന്നെ. അമ്മായി എവിടെ? നാണിയമ്മേ മോളിലുണ്ട്. കൊച്ചപ്പ നിന്നെ നോക്കിയിരിക്കുക. ഞാൻ പോയി പറയാം. ദേ വരുന്നു. ത്രേസി എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ അമ്മായി, ഈ പെമ്പിള്ളരുടെ തന്തമാര് കാണാൻ എനിക്ക് വഴിയെ നടക്കാൻ വയ്യെന്നായി. ത്രേസി വിഷമിക്കണ്ട, ദേവം പെണ്ണ് കാണാൻ വരാമെന്ന് സമ്മതിച്ചു. കർത്താവിന് സ്തുതി. നമുക്ക് നാളെ തന്നെ നമ്മുടെ തടിയൻ ലംബോദരംപിള്ളിയുടെ മകളെ കാണാൻ പോണം. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, പെണ്ണിന് പഠിപ്പും സൗന്ദര്യവും ഒക്കെ ഉണ്ട് അമ്മായി. ലംബോദരം പിള്ളയുടെ കുടുംബമൊക്കെ എനിക്കറിയാം, പക്ഷെ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മായി കാണാനല്ലേ പോകുന്നേ? എന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ത്രേസ്യ നോക്കിക്കോളാം. ഓക്കെ. ചാർജ് ആയില്ലേ? ഹലോ, സുഗുണനാശാനല്ലേ? ആശാനെ, ഞാൻ കുട്ടപ്പനാ. അതെ, ആ അലവലാതി ത്രേസ്യാമ്മ വന്നിട്ടുണ്ട്. നാളെ ലംബോദരം പിള്ളേരെ വീട്ടിൽ പെണ്ണ് കാണല. ദേവകുമാർ കൂടെ ചെല്ലാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതെ, പിന്നെ അമ്മയും മോനെയും തൊലിയുരിച്ച് നാറ്റിച്ചിട്ടേ വിടാവൂ. തന്നെ തെളിവ് സഹിതം പിടിക്കാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. സെല്ലുലർ ഫോണും. അമ്മായി, ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ, ഇയാളും ആ സുഗുണനും കൂടെ ചേർന്നാണ് ഇവിടെ വരുന്ന ഓരോ ആലോചനകളും തെറ്റിപ്പിച്ചിട്ടുള്ളത്. എടാ പട്ടി, കൊച്ചമ്മ, ഞാൻ ഇവിടത്തെ ചോറ് നിന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? എന്തോന്ന് ചേർ, ഞാൻ ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. മോനെ, പൊന്നുമോനെ, ഇതുകൊണ്ട് കുടിച്ചിട്ട് പോ. താങ്ക് യു. എന്നെ കൊലപാതകയാക്കരുത്. എന്റെ ഈശ്വര, ഈ സൂപ്പിന് ഞാൻ ആർക്ക് കൊടുത്തു വയറടക്കും? കള്ള യൂദാസ്. സുഗുണൻ ഹിയർ. ഹു ഈസ് സ്പീക്കിംഗ്? ദാസപ്പ മുട്ടീറയോ? എടാ മുട്ടീറേ, നിന്നെ നേരിട്ട് കാണണമല്ലോ. ബ്ലഡി റാസ്കൽ, നിനക്ക് പെണ്ണന്വേഷിച്ചു പോയി ഞാൻ 1 മാസം ഹോസ്പിറ്റലായിരുന്നു. അറിയില്ലെന്നോ? നീ ആ ഏറിയ എന്നെ 3 കല്യാണം കഴിച്ചിട്ടില്ലേ? എടാ, നിന്റെ മുൻ ഭാര്യമാരാ എന്നെ വളഞ്ഞിട്ട് തല്ലിയത്. നിന്നെ കണ്ടോളാവടാ. കുട്ടപ്പനോ? എന്താടാ പുതിയ ന്യൂസ്? ന്യൂസ് ഉണ്ട്. അവരെന്നെ തല്ലിച്ചതച്ച് പുറത്ത് ചാടിച്ചു. ശനി കിട്ടും. ഇല്ലടാ, അമേരിക്കൻ അമ്മായി നിന്നെ കൈവച്ച സ്ഥിതിക്ക് അവരുമായിട്ടുള്ള ബന്ധം നമുക്കിനി വേണ്ട. കാറും ലക്ഷവും ത്രേസ്യാമ്മ കൊണ്ടുപോകും. കല്യാണം നടന്നാലല്ലേ 1 ലക്ഷവും കാറും ത്രേസ്യാമ്മ കൊണ്ടുപോകും. ആ വ്യാമോഹം വേണ്ട, നടക്കില്ല. നമുക്ക് കാലു മാറാം. അതെങ്ങനെ? അമ്മായിയുടെ ബദ്ധ ശത്രുവാണ് ആംഗളയായ മേനോ.
ദേവന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അയടമോടെ കല്യാണം നടത്തണമെന്നും പറഞ്ഞാണ് പേ പിടിച്ച പട്ടിയെ പോലെ തെക്ക് വടക്ക് ഓടി അടക്കുന്ന അറിയാമോ? അവിടെ നിന്ന് എന്ത് കിട്ടാനാ? ചെലവ് നടക്കും. തൽക്കാലം അത് മതി. ഭരണപക്ഷം തോറ്റാ പ്രതിപക്ഷത്തിരിക്കണം. നമുക്ക് ആ വഴിക്ക് നീങ്ങാം. ശമ്പളം കിട്ടിയില്ല. ഉം. സാലറി ഉം. ചമ്പരത്തി പോകും കൂടെ വെച്ചാ മതി. എന്റെ അപ്പന് പോയി. ദേവന്റെ നല്ല മനസ്സുകൊണ്ട് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നില്ല. എത്രയായാലും അവൻ ലോക പരിചയമുള്ളല്ലേടി. ഈ മൂദേവിയുടെ വയറ്റിൽ ജനിച്ചു പോയെന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ദേവനെ പുകഴ്ത്തി പറയുന്നു. പണ്ട് കാണിച്ച മനുഷ്യത്വ ഇല്ലായ്മയാ എല്ലാത്തിനും കാരണം. അതിന്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞ പാഠങ്ങൾ വീണ്ടും പഠിപ്പിക്കണമെന്നില്ല. ദേവനൊരു നല്ല കാര്യം ചെയ്തെന്ന് വിചാരിച്ച് ഞാൻ എന്റെ വഴിയിൽ നിന്നും വിട്ടുമാറാൻ പോകുന്നില്ല. എന്റെ മകളുടെ കല്യാണം ഞാൻ എങ്ങനെയെങ്കിലും നടത്തും. ഹലോ മേനൻ സാർ, ഹൗ ഡു യു ഡു? ആരാ? ഐ എം CM സുഗുണൻ. എന്നെ മറന്നുപോയോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലെങ്കിലും കേട്ടിരിക്കും. ഞാൻ CMS മാരേജ് ബ്യൂറോയുടെ പ്രൊപ്പറേറ്ററാണ്. എന്താ പിന്നെ ഇങ്ങോട്ട്? ആ ശാരദ നായരില്ലേ, അമേരിക്കനുമായി? അവരൊരു സ്ത്രീയാണോ? എന്തൊരു ഡംബും അഹങ്കാരമാ. എന്തുണ്ടായി? അല്ല, നിങ്ങളോട് ഞാനിത് എങ്ങനെ പറയും? താൻ കാര്യം പറ. എനിക്കൊരു സ്നേഹിതനുണ്ട്, സുമുഖൻ, സുന്ദരൻ, സൽസ്വഭാവി. അയാൾക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. ശ്രീദേവിയെ അതെ. മകൾ അകത്തുണ്ടോ? അമ്പലത്തിൽ പോയി. ഛേ, ആ അമ്പലത്തിൽ വെച്ചാണ് എന്റെ സ്നേഹിതൻ ശ്രീദേവിയെ കണ്ടിട്ടുള്ളത്. ആ സ്നേഹിതനുമായി ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോ അമ്മായി ഫോണിൽ കൂടെ ഒരു ഭീഷണി. എന്തോന്ന് ഭീഷണി? ശ്രീദേവിയുടെ വിവാഹം നടത്താൻ ആ സ്ത്രീ സമ്മതിക്കില്ലെന്ന്. എടി പരമദ്രോഹി. പക്ഷെ ഞാൻ വിടുവോ? ഞാൻ അവരോട് പറഞ്ഞു, മേനോൻ സാറ് യോഗ്യനും തറവാടിയുമാണ്, ഈ വിവാഹം ഞാൻ ഉറപ്പിക്കുമെന്ന്. തടയാമെങ്കിൽ തടഞ്ഞോളാനും പറഞ്ഞു. കണക്കായി പോയി. മേനോൻ സാറേ, നിങ്ങൾ എമ്മി വല്ല വിരോധമുണ്ടോ? അവളുടെ പെങ്ങളാണെന്ന് പറയുന്നതേ എനിക്ക് അപമാനമാണ്. ശ്രീദേവിയുടെ വിവാഹം നടത്തിക്കില്ലെന്ന് ശാരദ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് മുഴുവൻ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ചെരുപ്പൂരി എന്റെ ചെകിടത്തടിക്കും കേട്ടോ? അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞാൻ പയ്യനെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് താല്പര്യമാ. എത്രയും വേഗം കല്യാണം നടത്താം. സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് വാശി. വിടരുത്. കൈ തരൂ. ആ. അമേരിക്കൻ അമ്മായിയുടെ മുന്നിൽ ഈ വിവാഹം നടത്തി കാണിക്കണമെന്ന് എനിക്കൊരു വാശിയാണ്. ഓ, ദൈവദൂതനെ പോലെ ആ സുഗുണൻ ഞങ്ങളുടെ മുമ്പിൽ എത്തിയത്. പോലെയല്ല, ദൈവദൂതൻ തന്നെയാണ്. എനിക്ക് പണമല്ല സർ, സ്നേഹമാണ് വലുത്. ഞായറാഴ്ച പയ്യനെയും കൂട്ടി വരാം. അങ്ങനെ ആട്ടെ. പറ്റേ പറ്റേ. അയ്യോ, എന്താ? എന്ത് പറ്റി? ഒരബദ്ധം പറ്റി. എന്താ? പോകുന്ന വഴിക്ക് അനാഥാലയത്തില് ഒരു 5000 രൂപ ഡൊണേഷൻ കൊടുക്കാൻ നേരിട്ടിരുന്നു. പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അത്രേ ഉള്ളൂ. അത് ഞാൻ തരാലോ. ചേച്ചേ, മേനോ സാറിനോട് പണം വാങ്ങുന്നത് ശരിയല്ല. അത് സാരമില്ലെന്ന്. അടുത്ത പ്രാവശ്യം വരുമ്പോ തിരിച്ചു തന്നാ പോരെ. അങ്ങനെയാണെങ്കിലേ ഞാൻ വാങ്ങും. സരോജിനി, ഒരു 5000 രൂപ എടുത്ത് സുഗുണിന് കൊടുക്ക്. ആ ചെല്ലേ. ഇവിടെ നിന്നാ മതി, കൊണ്ടുവരും. അയ്യോ, അനാഥരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കണക്കും നോക്കാറില്ല. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. 1,00,000 രൂപയായിട്ട് ഇറങ്ങിയാലും ശരി, തിരിച്ചു ചെല്ലുമ്പോ കാലണ കാണില്ല. എന്റെ മോക്ക് പൊന്നിടാൻ വെച്ചിരിക്കുന്ന പണമാ. അതൊന്നും സാരമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ തന്നാ മതി. ഞാൻ ഇറങ്ങട്ടെ. മോളെ, അങ്ങോട്ട് കൊടുക്കോ? കാലം പഴയതൊന്നുമല്ല. പയ്യന് പെൺകുട്ടിയോട് തനിച്ചെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. എന്റെ മോന് ഞാൻ പറയുന്നതിന് അപ്പുറം ഒരു അഭിപ്രായം ഇല്ല. ഉണ്ടോടാ? വല്ലതും പറയണ. പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതെ അതെ, ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ മോൾക്കുള്ളതാ. എനിക്കും അങ്ങനെ തന്നെയാ. എന്റെ ഒരേ ഒരു അവകാശം എന്റെ മോനാ. ദേവൻ എന്താ പ്രത്യേകിച്ചൊന്നും പറയാത്തത്? ഞാൻ പറയേണ്ടതൊക്കെ അമ്മ തന്നെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇനി മുഹൂർത്തം നിശ്ചയിച്ചാ മതിയല്ലോ. അതെ, ഇന്ന് തന്നെ ജോത്സ്യനെ കാണാം. അല്ല, ചായ കുടിക്കാം. ആകാം. താങ്ക് യു. എന്റെ കർത്താവേ, അങ്ങനെ കല്യാണം ഉറപ്പിച്ചു കിട്ടിയല്ലോ. ഇത്തവണ സുഗുണം പാരയായിട്ട് വരാഞ്ഞത് ഭാഗ്യായി. ആ എലുമ്പ മുട്ടപ്പനെ ബംഗ്ലാവിൽ നിന്ന് അടിച്ചു കളഞ്ഞത് കൊണ്ട് ആ സുഗുണന് ന്യൂസ് കിട്ടി കാണത്തില്ല. ഇനി എത്രയും വേഗം കല്യാണം കൂടി ഒന്ന് നടന്നെങ്കിൽ മതിയായിരുന്നു. എല്ലാം നടക്കുവന്നേ. പ്രസവിക്കാലത്തെ സ്ത്രീ വയസ്സാം കാലത്ത് ഇരട്ട പറ്റെന്ന് പറഞ്ഞ പോലല്ലേ ദേവകുമാറിന്റെ മനസ്സ് മാറിയതും പെണ്ണ് കാണാൻ വന്നതും. അല്ല,
1 ലക്ഷം രൂപയും മാരുതി കാറും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പ്. 1 ലക്ഷം രൂപയും മാരുതിക്കാറും ഈ ത്രേസ്യപ്പെണ്ണിന്റെ കൈ കൊണ്ട് വാങ്ങിക്കും. അതെ, കാറിന്റെ ചാവി എന്റെ കൈ കൊണ്ട് വേണം വാങ്ങിക്കാൻ. വാങ്ങിച്ചോ? 1